സൃഷ്ടിയുടെ സംരക്ഷണത്തിനായി ധർമ്മത്തെ നിലനിർത്താൻ ഭഗവാൻ വിഷ്ണു പല രൂപങ്ങളിലും അവതരിച്ചു. അവയിൽ ആദ്യത്തേതാണ് മത്സ്യാവതാരം. സത്യവ്രതൻ എന്ന ധാർമ്മികനായ രാജാവ് ഒരു ദിവസം നദിയിൽ തപസ്സിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ മീൻ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലെത്തി. എന്നെ രക്ഷിക്കൂ എന്ന് അപേക്ഷിക്കുന്ന ആ മത്സ്യത്തെ സത്യവ്രതൻ തൻ്റെ കമണ്ഡലത്തിൽ സൂക്ഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ മത്സ്യം അതിവേഗത്തിൽ വളരാൻ തുടങ്ങി. കമണ്ഡലത്തിൽ നിന്നും കുളത്തിലേക്കും, കുളത്തിൽ നിന്നും തടാകത്തിലേക്കും, തടാകത്തിൽ നിന്നും നദിയിലേക്കും, നദിയിൽ നിന്നും സമുദ്രത്തിലേക്കും. എവിടെയിട്ടാലും മത്സ്യം അതിനേക്കാൾ വലുതായി വളർന്നു വന്നു. അവസാനം ആ മഹാമത്സ്യം തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. അത് ഭഗവാൻ മഹാവിഷ്ണുവായിരുന്നു. അദ്ദേഹം സത്യവ്രതനോട് പറഞ്ഞു, ഭൂമിയെ മുഴുവൻ മുക്കുന്ന മഹാപ്രളയം വരാനിരിക്കുകയാണ്. നീ ഒരു വലിയ നൗക നിർമ്മിക്കുക. അതിൽ എല്ലാ ജീവജാലങ്ങളെയും വിത്തുകളെയും സപ്തർഷിമാരെയും ഉൾപ്പെടുത്തണം. അങ്ങനെ പ്രളയം ആരംഭിച്ചു. ആകാശവും ഭൂമിയും ഒരുപോലെ വെള്ളത്തിൽ മുങ്ങി. ആ സമയം ഭഗവാൻ മത്സ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു വലിയ കൊമ്പുള്ള ദിവ്യരൂപത്തിൽ. സത്യവ്രതൻ്റെ പേടകത്തെ ആ കൊമ്പിൽ ബന്ധിച്ച് ആ മഹാമത്സ്യം നൗകയെ പ്രളയസമുദ്രത്തിലൂടെ സുരക്ഷിതമായി നയിച്ചു. പ്രളയത്തിനു ശേഷം സത്യവ്രതൻ പുതിയ സൃഷ്ടിയുടെ തുടക്കത്തിൽ ആദ്യ മനുഷ്യനായ വൈവസ്വത മനുവായി മാറി. അവനിലൂടെ മനുഷ്യരാശി വീണ്ടും ആരംഭിച്ചു.